ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഒരു 4 മണി പലഹാരമാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ, അത്ര പെട്ടെന്നല്ല, ഇച്ചിരി ഒരു 5-10 മിനിറ്റൊക്കെ എടുക്കും. ഒരു സമൂസ. അതിന് വേണ്ട സാധനങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാലോ ഒരു സമൂസ ഉണ്ടാക്കുന്നത്. കുറേ വെജിറ്റബിൾസ് എടുക്കാം, പക്ഷേ എൻ്റെ വീട്ടിൽ അത്ര വെജിറ്റബിൾസ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം ഉള്ളി, പയറും, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ചട്ടി വയ്ക്കുക, എണ്ണ ഒഴിക്കുക, ഉള്ളി പച്ചമുളക് എല്ലാം ഒന്ന് വഴറ്റുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഉരുളക്കിഴങ്ങൊന്ന് നേരത്തെ തന്നെ വേവിച്ച് ഉടച്ച് വെക്കണം. അതാണ് ഈ സമൂസയിലെ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത്. അത് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചാൽ പിന്നെ കുറച്ച് സമയം മതി ഇത് വയ്ക്കാൻ. പിന്നെ 2-3 ദിവസമൊന്നും വീഡിയോ ഇല്ലാന്നത് പനിയായിരുന്നു. അതുകൊണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുക്കാൻ. ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഇടുന്നതും എല്ലാം. അതുകൊണ്ട് താമസം വന്നതാണ് ഗൈസ്. അതിൽ കുറച്ച് മസാലകൾ ചേർക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല, അങ്ങനെ അല്ലറ ചില്ലറ പൊടികളൊക്കെ ഇതിൽ ചേർക്കണം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, വേണമെങ്കിൽ ശകലം പെരുംജീരകം, ചിക്കൻ മസാല, മല്ലിപ്പൊടി, അങ്ങനെ കുറച്ച് അധികം പൊടികളൊക്കെ ഇട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് വലിയ വലിയ സമൂസകളല്ല, കുട്ടി കുട്ടി സമൂസകളാണ് ഉണ്ടാക്കുന്നത്. കാരണം എൻ്റെ മോള് അംഗൻവാടിയിൽ പോയിട്ട് പറഞ്ഞായിരുന്നു എനിക്ക് ഇന്ന് അമ്മ എന്തെങ്കിലും പാപ്പം ഉണ്ടാക്കി വെക്കണേന്ന്. അപ്പം ഞാൻ നോക്കിയപ്പം കുറേ ഉരുളക്കിഴങ്ങ് കിടകൊണ്ട് കുറച്ച് മൈദ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് മോക്കൊരു സമൂസ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ. അത്ര വലിയ പെർഫെക്റ്റ് ആയിട്ടൊന്നും ആയില്ല, എങ്കിലും അങ്ങനെ മോള് പറഞ്ഞിട്ട് വെക്കുന്നൊരു സ്നാക്സാണിത്. പിന്നെ ആ മസാലയുടെയൊക്കെ ഒരു കുത്തുമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് സമൂസ ഷീറ്റ് ഉണ്ടാക്കുന്നതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഭയങ്കര പണിയായിരുന്നു. കാരണം ആദ്യം ഉണ്ടാക്കിയ സമൂസ ഷീറ്റ് ഫുള്ള് പന്നലായി. പിന്നെ ഞാൻ അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് പിന്നെ രണ്ടാമതുണ്ടാക്കിയതായിരുന്നു. പിന്നെ ആ ഉണ്ടാക്കിയ സമൂസ ഷീറ്റിലോട്ട് ആ ഗ്രേവി എല്ലാം ഫില്ല് ചെയ്ത് ഒട്ടിച്ച് എണ്ണയിൽ, ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന സൺഫ്ലവർ ഓയിൽ, അതിൽ ഫില്ല് ചെയ്തെടുക്കുക.